എല്ലാവർക്കും നമസ്കാരം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിനകത്തെ 37-ാം അധ്യായത്തിൽ ഒരു വചനം കിടപ്പുണ്ട്. അതിനകത്ത് 37-ാം അധ്യായത്തിൽ ഇങ്ങനെ ഏറ്റവും പ്രകടമായി നമ്മളെ അതിനകത്ത് പിടിച്ചിരുത്തുന്ന വചനമാണ്. നമ്മൾക്കറിയാം, എസെക്കിയേലിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പോൾ ഈ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ എസെക്കിയേലിനെ എവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്? കുറേ അസ്ഥികളുടെ താഴ്വരയിൽ. അസ്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, മാംസവും എല്ലാം മണ്ണിനടിയിൽ ലയിച്ചു ചേർന്ന് പോയി അവസാനം അസ്ഥികൾ മാത്രമുള്ള ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് അങ്ങ് നിർത്തിയേക്കുക. ഈ അസ്ഥികളുടെ ആ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എസെക്കിയേലിനോട് പറഞ്ഞു, എസെക്കിയേലെ, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എസെക്കിയേലിനറിയാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണെന്ന്. അപ്പോൾ എസെക്കിയേൽ എന്ത് പറഞ്ഞു? ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങേക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എസെക്കിയേൽ ആരാണ്? ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് എസെക്കിയേൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എസെക്കിയേലിൻ്റെ പ്രവചനം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? പുള്ളി ബാബിലോൺ പ്രവാസക്കാലം നമ്മൾ ഇതിന് മുന്നുള്ള എപ്പിസോഡുകളിലൊക്കെ ചിന്തിച്ചു. അപ്പോൾ ഇസ്രയേലിനെ ഈ ബാബിലോണിലേക്ക് നാട് കടത്തിയപ്പോൾ അതിൽ പെട്ട ഒരാളാണ് ഈ എസെക്കിയേൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ എസെക്കിയേലിനോടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം സംസാരിക്കുന്നത്, യഹോവയാം ദൈവം സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസെക്കിയേലിനോട് ദൈവം ചോദിക്കുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ബാബിലോൺ പ്രവാസത്തിലാണ് നിൽക്കുന്നതല്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, ഇസ്രയേലും എന്താ പറയുക, യഹൂദയും ഒക്കെ നാട് കടത്തപ്പെട്ടിരിക്കുകയാണ്. അവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, അടിമകളാക്കി കൊണ്ടുപോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം മുഴുവൻ ചിതറിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ ചിതറിച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇവർക്കൊരു പുനരുദ്ധാരണമുണ്ടോ? നീ എന്താണ് പറയുന്നത് എന്നാണ് ദൈവം എന്ത് ചോദിച്ചിരിക്കുന്നത്? എസെക്കിയേലിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എസെക്കിയേൽ അവിടുന്ന് പറയുകയാണ്, ദൈവമേ, അവിടുന്ന് അറിയുന്നുവല്ലോ എന്ന്. അപ്പോൾ ദൈവം എന്താ പറഞ്ഞു? എസെക്കിയേലിനോട് പറഞ്ഞു, ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് നീ മിണ്ടാതിരിക്കുവാനല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. നീ അങ്ങ് പ്രവചിക്കാൻ പറഞ്ഞു. എന്താണ് പ്രവചിക്കേണ്ടത്? ഈ അസ്ഥികൾ യഹോവയുടെ നാമത്തിൽ ജീവിക്കുവാൻ പ്രവചിക്കുവാനാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നമ്മുടെ പ്രവാചകൻ അങ്ങനെ തന്നെ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം, ആ അസ്ഥിയിൽ എന്ത് വന്നു ചേർന്നു? അസ്ഥിയിൽ ത്വക്കും മാംസവും ഒക്കെ വന്നു ചേർന്നു അല്ലേ? ഇതെല്ലാം വന്നു ചേർന്ന് നിൽക്കുമ്പോഴും എന്തില്ല? ജീവനില്ല. അപ്പോൾ ജീവനില്ലാത്തപ്പോൾ ദൈവം എന്താ പറഞ്ഞത് എസെക്കിയേലിനോട്? നീ അവയുടെ മേൽ ജീവശ്വാസം ഊതാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്താ പറയുക, 4 ദിക്കിൽ നിന്നും കാറ്റിനോട് വന്ന് ഈ അസ്ഥികളുടെ മേൽ ഊതുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ കാറ്റ് വന്ന് ഊതി, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ജീവശ്വാസം അവരുടെ മേൽ വീണപ്പോൾ എന്ത് സംഭവിച്ചു? ആ അസ്ഥികളൊക്കെ ജീവൻ പ്രാപിച്ചു അല്ലേ? അവർക്ക് ജീവനുണ്ടായി. അല്ലായിരുന്നുവെങ്കിലോ, ആ ഒരു ജീവൻ അവർക്കില്ലായിരുന്നുവെങ്കിൽ വെറുതെ ഒരു അസ്ഥിയായിട്ട്, അല്ലെങ്കിൽ അസ്ഥിയിൽ മാംസം വന്ന പടി നിൽക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു ചത്ത അവസ്ഥയല്ല വേണ്ടുന്നത് എങ്ങനെയാണ്? ഒരു ജീവനുള്ള അവസ്ഥയാണ് വേണ്ടുന്നത് എന്ന് എസെക്കിയേലിനോട് പറയുകയും അപ്പോൾ അവർക്ക് ജീവനായിട്ട് അവർ എഴുന്നേറ്റ് വരികയും ചെയ്തു. പക്ഷേ അത് എങ്ങനെയാണ് വന്നത്? ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് വന്നു എന്ന് നമ്മൾക്കതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്കറിയാം എന്താണ്, അന്ന് രണ്ടായിട്ടായിരിക്കുന്നത് അല്ലേ? ഇസ്രയേൽ വേറെ, യഹൂദ വേറെ, അങ്ങനെ 2 രാജ്യമായിട്ടായിരിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് അങ്ങോട്ട് തുടർന്ന് വായിക്കുമ്പോൾ അറിയാം, യഹൂദയുടെ കോലും ഇസ്രയേലിൻ്റെ കോലും അങ്ങനെ 2 എണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഇനി ഇവർ 2 അല്ല 1 ആയിട്ടിരിക്കും. ഏത്? യഹൂദയും ഇസ്രയേലും ഇനി 2 രാജ്യമായിട്ടല്ല, അതൊരൊറ്റ രാജ്യമായിട്ടിരിക്കും. ഒരു രാജാവ് അവർക്ക് രാജാവായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എസെക്കിയേലിൻ്റെ പുസ്തകം എടുത്താൽ അറിയാം, അത് ദൈവം ആദ്യം അവരെ വിമർശിച്ചാണ് തുടങ്ങുന്നതല്ലേ? ജനനിബിഡമായിരുന്ന നഗരം ഇപ്പോൾ എങ്ങനെയായി തീർന്നു എന്ന് നോക്ക്. ഒന്നുമില്ല, എല്ലാം കൂടെ അവരാകെപ്പാടെ ചിന്നിച്ചിതറി ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഇസ്രയേൽ. അപ്പോൾ അവരെ അതിന് നിശ്ചിതമായി ദൈവം വിമർശിക്കുന്നുണ്ട് അല്ലേ? വിമർശിച്ചതിന് ശേഷം പിന്നത്തെ നെക്സ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ അവരെ ഈ അവസ്ഥയിലാക്കിയ ജാതികൾക്കുള്ള ന്യായവിധി അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 3ാമതാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഇസ്രയേലിനുള്ള പ്രോഫസി ദൈവം എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം പറയുവാനിടയായി തീർന്നത്. എന്ന് വെച്ചാൽ എല്ലാം തീർന്നു, ഇനി ഞങ്ങൾക്കൊരു പുനരുദ്ധാരണമില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞ ഇടത്തു നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരുടെ മേൽ വീഴുകയാണ്. എന്താണ്? അവരൊരു സൈന്യമായിട്ട് എഴുന്നേറ്റ് വരും അല്ലേ? ഇന്നങ്ങനെയാണല്ലോ ഇസ്രയേൽ നാനാ സ്ഥലങ്ങളിലോട്ടും ചിതറിച്ചു പോയ ഇസ്രായേൽ മക്കളെ ദൈവം ഇന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവരെ ഒരു വലിയൊരു രാജ്യമായിട്ട് അവരെ പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇസ്രായേലിൻ്റെ മേൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു ആർട്ടിക്കിളിൽ വായിക്കുവാനിടയായി തീർന്ന ഒരു സായിപ്പങ്ങാണ്ട് എഴുതിയൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നെതന്യാഹു നമ്മുടെ ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ ദാവീദ് രാജാവിൻ്റെ യഹൂദ എന്താകും?
യഹൂദയിൽ നിന്നായിരിക്കും രാജാവ്, അല്ലേ? അപ്പോൾ ആ ഇസ്രായേൽ ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ യഹൂദയിൽ നിന്നുള്ള രാജാവായിരിക്കും അവരെ ഭരിക്കുന്നത് എന്നുള്ളത് വചനത്തിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ആർക്ക് കൊടുത്ത വാഗ്ദത്തമായിരുന്നു? ദാവീദിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു. ദാവീദിന് കൊടുത്ത ആ വാഗ്ദത്ത പ്രകാരം ദൈവം ദാവീദിനോട് കൊടുത്ത വാഗ്ദത്തം ദൈവം നിറവേറ്റിയിരിക്കുകയാണ്. നിന്റെ സന്തതിയിൽ എന്തുണ്ടാകത്തില്ല? നിന്റെ സന്തതിയുടെ സിംഹാസനം ശൂന്യമായി കിടക്കത്തില്ല എന്നുള്ള ദൈവത്തിൻ്റെ ആ ഒരു വാഗ്ദത്തം, അല്ലേ? അത് തന്നെയാണ് നമ്മൾക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ വചനഭാഗം പുതിയ നിയമ ഇസ്രായേലിനോട്, അതായത് നമ്മളെപ്പോലെയുള്ള സാധാ ക്രിസ്ത്യാനികളോടും ഇത് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ പടവുകളിലോട്ട് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീണുപോയ അവസ്ഥയായിരിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു അരുളപ്പാട് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുന്നു. നമ്മൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം തകർത്തു മാറ്റുന്നു. അതിനുശേഷം നമ്മൾക്ക് വേണ്ടുന്ന പ്രോഫസി ദൈവം തന്നു നമ്മളെ ഒരു സൈന്യമായിട്ട് എഴുന്നേൽപ്പിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനിയൊരു ജീവിതമില്ല, അല്ലെങ്കിൽ ഇനിയൊരു ജീവനില്ല, അല്ലെങ്കിൽ ഇനിയൊരു നമ്മളുടെ ആത്മീയ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭൗതിക ലൈഫൊക്കെ തകർന്ന് താറുമാറുമായി കിടക്കുകയാണ്. ഇനി ഒരു വിധത്തിൽ നമ്മൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയത്തില്ല എന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കും. അതാണ് പ്രവാചകൻ പറഞ്ഞത്. ദൈവമേ, അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? ജീവിക്കും. പക്ഷേ നീ എന്ത് ചെയ്യണം? നീ ആ അവസ്ഥയെ നോക്കി പ്രവചിക്കണം. ഏതവസ്ഥയെ നോക്കി? അസ്ഥികളായി കടന്നിരിക്കുന്ന അവസ്ഥയെ നോക്കി നീ പ്രവചിക്കണം. നീ പ്രവചിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ആ അസ്ഥികൾ എന്ത് ചെയ്യും? അതൊരു സൈന്യമായിട്ട് എഴുന്നേറ്റ് വരുവാൻ ഇടയായിത്തീരും. അപ്പോൾ എസക്കിയേലിനെ ദൈവം അവിടെ പ്രവചിക്കുവാൻ പറഞ്ഞപ്പോൾ എസക്കിയേൽ അവിടെ ചുമ്മാ കയ്യും കെട്ടി നിന്നിരുന്നുവെങ്കിലോ അത് സംഭവിക്കുമായിരുന്നില്ല, അല്ലേ? അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? പ്രവചിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ശൂന്യമായ അവസ്ഥകളെ നോക്കി, അല്ലെങ്കിൽ നമ്മളുടെ എൻഡിങ് ആയി നമ്മളുടെ തീർന്നു എന്ന് പറയുന്ന അവസ്ഥകളെ നോക്കി നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പ്രവചിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. കാരണം നമ്മളുടെ നാവിന്മേൽ എന്ത് തന്നിട്ടുണ്ട്? ദൈവം ഒരു അധികാരം നമ്മളുടെ മേൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ അധികാരത്തെ നമ്മൾ ഉപയോഗിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതുപോലെ തകർന്നു കിടക്കുന്ന അസ്ഥികൾ, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ജീവനറ്റ് കിടക്കുന്ന അവസ്ഥകൾക്ക് ജീവൻ വയ്ക്കുവാൻ ഇടയായി തീരുമെന്നുള്ളതാണ് ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരിതപിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ തന്നെ വിധി പ്രഖ്യാപനം നടത്തിയിരുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ അവസ്ഥകളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? അസ്ഥിയിൽ ത്വക്കും മാംസവും ഒക്കെ വന്നു ചേർന്ന് നിൽക്കുമ്പോഴും എന്താണ്? ആ ജീവശ്വാസം വന്നു കഴിഞ്ഞപ്പോഴാണ് അതെന്തായത്? ഒരു ജീവനുള്ള ദേഹിയായിട്ട് നിൽക്കുവാൻ, ഒരു സൈന്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുവാൻ ഇടയായി തീർന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് കാണിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിലും എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ല എങ്കിൽ എന്തായിരിക്കും? നമ്മളും ഇതുപോലെ ഒരു ശൂന്യമായ അസ്ഥി പോലെ ആയിത്തീരും എന്നുള്ളതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ, നമ്മളത് റിസീവ് ചെയ്യുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ വരികയും നമ്മളുടെ ജീവിതത്തിൻ്റെ ശൂന്യമായിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ ശൂന്യമായ അവസ്ഥകളെ, അല്ലെങ്കിൽ നമ്മളുടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മളുടെ താഴ്വരകളെ നോക്കി നമ്മൾക്ക് പ്രവചിക്കുവാൻ നമ്മൾക്ക് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അത്ഭുതം സംഭവിക്കുവാൻ ഇടയായിത്തീരും. അതാണ് ശൂന്യമായി കിടക്കുന്ന അസ്ഥിയെ കാണിക്കുന്നത്, അല്ലേ? ആ അസ്ഥികൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. സകല പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് എന്ത് സംഭവിക്കണം? അവരുടെ മേലെ ആരെങ്കിലും വന്ന്, ഈ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? പ്രവാചകനിലൂടെ ദൈവം പ്രവചനം നടത്തിയാണ് അസ്ഥികൾക്ക് ജീവൻ ഉണ്ടായിത്തീർന്നത് എന്നുള്ളത് ദൈവാത്മാവ് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് സംഭവിച്ചാൽ മതി? ദൈവത്തിൻ്റെ ആത്മാവ് എന്ന മഹാപ്രവാചകൻ നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ നാവിനെ തന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ നാവിനെ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇടയായിത്തീരും. അതായത് ശൂന്യമായി കിടക്കുന്ന അസ്ഥികളിൽ മേൽ ജീവൻ വരുവാൻ ഇടയായിത്തീരും എന്നുള്ളൊരു മഹാസന്ദേശമാണ് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അസ്ഥികൾക്ക് ജീവൻ പകർന്നു. അതുപോലെ നമ്മളുടെ ജീവിതത്തിലും ശൂന്യമായി കിടക്കുന്ന, അസ്ഥിയായിട്ട് കിടക്കുന്ന അവസ്ഥകളെ നോക്കി പ്രവചിക്കുവാൻ നമ്മൾ തന്നെ തയ്യാറാകണം. നമ്മളല്ലാതെ ഇതിലേക്കൂടി
എവിടെയും ഓടിയിട്ട് കാര്യമില്ല, വേറൊരാളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം അസ്ഥിത്താഴ്വരകളിലോട്ടൊന്നും ഒരു പൊതുവെ ആരും വരാറില്ല അല്ലേ. നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്ത് ആത്മീയ നേതാക്കന്മാരാണെങ്കിൽ പോലും അവരെങ്ങോട്ടേ പോകത്തുള്ളൂ, എന്തെങ്കിലുമൊക്കെ പച്ചപ്പുള്ളിടത്തോട്ടേ പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കണം, നമ്മളുടെ ആ ശൂന്യമായ അവസ്ഥകളിലേക്ക് ആരും വരുവാൻ ചാൻസ് ഇല്ല. പക്ഷേ വരുന്ന ഒരാളുണ്ട്, ആരാണ് അത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതവസ്ഥകളിലേക്കും കടന്നു വരുവാൻ തയ്യാറാകും. നമ്മളെ സഹായിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മൾക്ക് വേണ്ടുന്നത് പകർന്നു തരുവാൻ ആരും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കടന്നു വരുന്ന ഒരാളുണ്ട്, ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതാണ് പറഞ്ഞത്, നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലേ, വെള്ളത്തിൻ്റെ മേലെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് അല്ലേ, ശൂന്യമായ ഇടങ്ങളിൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അത് റിസീവ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രവാചകന്മാർ നമ്മൾ തന്നെ ആയിത്തീരുമെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. കാരണം നമ്മൾ പ്രവാചകന്മാരെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഓടിയാലും നമ്മൾക്ക് ഒരു യഥാർത്ഥ പ്രവചനം ലഭിക്കണമെന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ അവസ്ഥകളെ നോക്കി പ്രവചിക്കുവാൻ നമ്മളോട് തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ അവസ്ഥകളെ നോക്കി പ്രവചിച്ചു കഴിയുമ്പോൾ അസ്ഥിത്താഴ്വരകൾക്ക് ജീവൻ പകരും. ഏതവസ്ഥയുമാകട്ടെ, ജീവനില്ലാതെ കിടക്കുന്ന അവസ്ഥയാകട്ടെ, ആ അവസ്ഥയ്ക്ക് ജീവൻ പകരുവാൻ ദൈവം സർവശക്തനായ ദൈവമാണെന്നും ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ദൈവം നമ്മൾക്ക് തരുന്നതും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.